പണിയുണ്ട് കേട്ടോ. ഇതെൻ്റെ സ്റ്റുഡൻറ്റ് വണ്ടിക്കടയിൽ തന്നതാണ്. ആദ്യം നമുക്കിതിൻ്റെ ഈ റാപ്പൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇത് കഴുകിയൊക്കെ എടുക്കണം. ഇത് പെപ്സി വരുന്ന കുപ്പിയാണല്ലോ, നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കഴുകിയെടുക്കണം. എന്നാ സിംബ വന്ന് മണത്തിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. എടി നിനക്ക് കുടിക്കാനും കൊള്ളുന്നൊന്നും അല്ല കേട്ടോ ഇത്. അവൾ വന്ന് കൂട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇനി നീ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോട്ടോ. ടെറസിൻ്റെ മുകളിൽ നിന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു വെള്ളം കിട്ടാതെ. ഇതാ ഉണ്ടോ, ചെടികളൊക്കെ നല്ല ഉഷാറായി നോക്കി. അര ബക്കറ്റ് വെള്ളം ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവർ വലിച്ചു കുടിച്ചു. ഹലോ, ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാമല്ലോ, നല്ല ചൂടായിട്ട് നമ്മളൊക്കെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ ചെടികൾക്കും ഇത്തിരി വെള്ളം വേണം. പ്രത്യേകിച്ച് ടെറസ് നനയ്ക്കുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിൽ 2 നേരം നനയ്ക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എപ്പോഴും നമുക്ക് നനയ്ക്കാതിരിക്കാനായിട്ട് ഒരു 3 തരം ട്രിക്കുകൾ ആണ് നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്നാമത്തെ പറഞ്ഞ ഇതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ചെറിയൊരു കമ്പും നമ്മുടെ ഏതെങ്കിലും ഒരു ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ പെപ്സിയുടെ എന്തെങ്കിലും ബോട്ടിൽ മതി. ഒരു ചെറിയ ഒരു ബഡും കൂടെ, നമ്മൾ ചെവിയിലിടുന്ന ബഡില്ലേ, അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക, ഇത് ഒരു 2-3 ദിവസത്തേക്ക് ചെടി നനച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തുള്ളിയായിട്ട് വീഴുന്ന വെള്ളം ചെടികൾ വലിച്ചെടുത്തുള്ളൂ. പിന്നെ ഇതുപോലെ കരിയില ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ കരിയില ചൂട്ടിലിട്ട് കൊടുത്താൽ അതും ഒരു ചെടിയുടെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി വളരെ നല്ലതാണ്. അപ്പോൾ കരിയിലേക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പറിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് ആദ്യത്തെ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇത് നമുക്ക് ഒരു പൈസ മുടക്കുമില്ല. ഇത് നമുക്കറിയാലോ, പെപ്സിയുടെ കോളയുടെയൊക്കെ ബോട്ടിൽ. ഇത് കുറച്ച് ചെറിയ ബോട്ടിലാണ്, കുറച്ച് 1 ലിറ്ററിൻ്റെ ആണ് നല്ലത്. പിന്നെ ഇത് ഒരു ആശാരി പണിയുന്നിടത്തൊക്കെ നമുക്ക് വെറുതെ അവർ കളയുന്നതാണ്. ഇത് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ് നമ്മുടെ വീട്ടിൽ എടുത്താൽ മതി. നമ്മുടെ ഇത് ചുറ്റാനുള്ള ആ വീതി കൂടി ടേപ്പ്, ഇത് ഇയർ ബഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇതിൻ്റെ ഈ കുപ്പിയുടെ അടപ്പിൽ ഒരു ചെറിയ ഹോളിടണം. ആ ഹോളിൽ കൂടെയാണ് നമുക്ക് ഈ ബഡ് കയറ്റേണ്ടത്. അപ്പോൾ അതുവേണ്ടി ആ ഹോള് കുറച്ച് വലുതായി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ കമ്പി ചൂടാക്കി ചെയ്താൽ ചിലപ്പോൾ ഹോൾ വലുതാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ബഡും കൂടെ കടത്തി വെച്ചാലും മതി. അപ്പം ഞാൻ ഇവിടെ നമ്മൾ കത്തി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്ര തന്നെ അങ്ങോട്ട് വലുതാവില്ല. ജസ്റ്റ് ബഡ് അതിനുള്ളിൽ കൂടി കടക്കാൻ വേണ്ടി മാത്രം വേണം, ഉള്ള വലിപ്പത്തിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തിരി കൂടെ ടൈറ്റായിരിക്കണമെങ്കിൽ ഇത് നല്ല അധികം ഹോള് കണ്ടല്ലോ നോക്കി ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ നമ്മൾ എന്താ പറയുക, അത് എന്തെങ്കിലും പശയോ വല്ല വെച്ച് അടച്ചു വെച്ചാലും മതി. ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളമെടുത്ത് നോക്കിയിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗ്ലൂഗൺ വെച്ച് അടച്ചു വയ്ക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പശ നമ്മുടെ വെയിലുണ്ടല്ലോ അതൊക്കെ വെച്ച് അടച്ചു വെച്ചാലും മതി. ഇപ്പം ഇത്തിരി ഹോള് വലുതായിട്ടുണ്ട്, ഞാനത് ഒരു ബഡും കൂടെ അതിനകത്തേക്ക് കടത്തുവാണ്. ഒരു ബഡിൻ്റെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതിയും കൂടെ അങ്ങോട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി കടത്തി വയ്ക്കുക. അപ്പോൾ 2 ബഡാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ നമ്മുടെ കമ്പിൽ ഉറപ്പിക്കണം. അതിന് വേണ്ടി നമുക്ക് ഈ ടേപ്പ് ഒന്ന് ചുറ്റുവാണ് ചെയ്യേണ്ടത്. ആ കുപ്പിയിലും ആ കമ്പിലും കൂടെ കൂട്ടി നമ്മുടെ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് എന്താ പറയുക, വെള്ളം തീർന്നു കഴിയുമ്പം ഈ കമ്പോടെ ഊരിയെടുത്തിട്ട് വേണം നമ്മൾ വീണ്ടും റീഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി. നല്ല ബലമായിട്ട് നല്ല ഉറപ്പിച്ച് ചുറ്റണം കേട്ടോ. വേണമെങ്കിൽ മുകളിലും കൂടെ ഒന്ന് ചുറ്റിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കുപ്പി ഇങ്ങനെ ഊർന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും മതിയാവും. ഇങ്ങനെ ഒന്ന് ചുറ്റി ഉറപ്പിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ ഏത് പ്ലാന്റാണോ പച്ചക്കറിയാണോ വെള്ളം നിറച്ചിട്ടുണ്ട്. അതാ ഒരു തുള്ളിയായിട്ട് നമുക്ക് വീഴുന്നത് കാണാൻ പറ്റും. നമുക്ക് ആ തുള്ളിയുടെ എന്താ പറയുക, അത് കുറയ്ക്കോ കൂട്ടുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അതായത് അതിൻ്റെ അടപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ അങ്ങോട്ട് കുത്തി വെച്ചാൽ മതി. ഈ തക്കാളി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന തക്കാളിയാണ്. അപ്പോൾ വെള്ളം നമുക്ക് ഇത് ടെറസിൽ നിൽക്കുന്നതുകൊണ്ട് 2 നേരം വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത്തിരി എയർ കയറേണ്ട, അതിന് വേണ്ടിയാണ് ചെറിയൊരു പിന്ന് ഉപയോഗിച്ചൊരു ഹോളിട്ട് കൊടുത്ത്. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമ്മളൊക്കെ വാങ്ങാറുള്ളതാണ് കടയിൽ നിന്ന്.
ഇത് ഞാൻ ഓൺലൈനായിട്ട് 24 വാങ്ങിയതാണ് കേട്ടോ, അധികം വിലയില്ല. അപ്പോൾ ഇങ്ങനെ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് ഈ പാർട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കയറ്റി വെക്കണം കേട്ടോ, എന്നാലും അത് ടൈറ്റായിട്ടിരിക്കുള്ളൂ. നന്നായിട്ട് പ്രസ് ചെയ്യണം. നമ്മൾ അത് കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് താഴെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാണ് നമ്മുടെ വെള്ളം കൺട്രോൾ ചെയ്യാനുള്ള അത് നമ്മൾ കൂട്ടിയും കുറച്ചും അത് ഊരി എടുത്തിട്ട് വേണം പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഊരി മാറ്റിയിട്ട് നമ്മൾ താഴെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരല്പം ലീക്ക് എന്നിട്ടും ഇതിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്തിരി MCയിൽ വെച്ച് ഇത് അടച്ചു വെച്ചു കേട്ടോ, MCയിൽ. അപ്പോൾ ഒട്ടും ലീക്കില്ല, നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് സെറ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് എന്താ പറയുക, ഇത് നമ്മൾ വേനൽക്കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തന്നെ മാറ്റി എവിടെയെങ്കിലും ഒരു ചാക്കിനകത്തിട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് അടുത്ത വേനൽക്കാലം വരുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ എപ്പോഴും അവിടെ തന്നെ ഇരുന്നാൽ പായലൊക്കെ കയറി അടഞ്ഞിട്ട് അത് ചിലപ്പം വെള്ളമൊക്കെ ഇങ്ങനെ ഈ ഒരു ടേപ്പും കൂടെ ചുറ്റിയിട്ടാണെങ്കിൽ നന്നായി ടൈറ്റായിട്ടിരുന്നോളും. നമുക്കറിയാമല്ലോ പൈപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ ടേപ്പ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇത് 2 ലിറ്റർ 2.25 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇത്തിരി കുറച്ച് വലുതാണ്, പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം അതിൽ വെക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് താഴ്ത്തി ഉറപ്പിച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കണം, വെള്ളം എങ്ങനെയാണ് വീഴുന്നത്, സ്പീഡ് കൂടുതലുണ്ടോ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കണം, കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു എയർ കയറാൻ വേണ്ടി ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കുപ്പി ഇങ്ങനെ ചളങ്ങിപ്പോവും. ഇതാ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഏത് പ്ലാന്റാണോ അതിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഞാൻ മുകളിൽ പടർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുപ്പി ഓൾറെഡി ഉണ്ട്, ഒന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഈ വേനൽക്കാലത്ത് നല്ലപോലെ വെള്ളം വേണ്ട പ്ലാന്റാണ് ഈ പാഷൻ ഫ്രൂട്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ലപോലെ വെള്ളം വീണ് ചെടിയെ നന്നായിട്ട് നനഞ്ഞോളൂ. നമുക്കിനി ദൂരോട്ട് എവിടെയെങ്കിലും 2 ദിവസത്തേക്ക് യാത്ര ചെയ്ത് പോകാനാണെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മുടെ ചെടികളോർത്ത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ കുപ്പികളും അതുപോലെ നമുക്ക് ഇതിൻ്റെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. റാപ്പൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്കിതുപോലെ എല്ലാത്തിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പ്ലാന്റിലും ഒന്നും വെക്കാൻ ഇവിടെ കൂടുതൽ പ്ലാന്റ് ഉള്ളവർക്ക് എല്ലാത്തിനും വെക്കാൻ പറ്റില്ല. പക്ഷേ എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ആവശ്യ ചെടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലാത്ത നമ്മൾ ഒരു നേരം നനച്ചാലും മതിയല്ലോ. ഇത് പാഷൻ ഫ്രൂട്ടാണ് ഈ കയറി കിടക്കുന്നത്, കുറച്ചേ കയറിയിട്ടുള്ളൂ, കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ കണ്ടോ, എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് 2 തരത്തിലും വെക്കാം. ഇതിലൊക്കെ കോലിൽ കെട്ടിയതും അല്ലാതെ. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ പലരും ചെയ്യുന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചുകൂടി പരന്ന പാത്രമാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കോട്ടൺ തുണികൾ, എന്തെങ്കിലും പഴയ തുണികൾ എടുത്താൽ മതി. അതൊന്ന് കീറി എടുക്കുക. ഒരു 2-3 ഇഞ്ച് വീതിയിലൊന്ന് കീറി ഒരു കുറച്ച് നീളത്തിൽ നമ്മുടെ ചെടിയിലയുടെ ചുവട്ടിലെത്താനുള്ള ആ നീളം മതി. നമ്മൾ എന്നിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഈ തുണിയുടെ കഷ്ണങ്ങൾ ഡിപ്പ് ചെയ്ത് വിടുകയാണ്. ഒരറ്റം ചെടിയുടെ ചുവട്ടിലും മറ്റേ അറ്റം നമ്മുടെ ബക്കറ്റിലും വയ്ക്കുക. എന്നിട്ട് ഒന്ന് മൊത്തം നനച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് നല്ലത്. എന്നിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് എന്താ പറയുക 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ ചുറ്റും കുറേ ചെടികൾ ഇങ്ങനെ ചുറ്റും വെച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പൈസ മുടക്കമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്കുകളൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുള്ളായി കാണുമെന്നറിയാം. ഇത് പലരും ചെയ്യാറുള്ളതായിരിക്കും, അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനി ഈ വേനൽക്കാലത്ത് നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ ഈസി ആയിട്ട് നനഞ്ഞുകൊള്ളും. അവരെല്ലാം നല്ല ഉഷാറായിട്ട് സന്തോഷമായിട്ട് നിൽക്കും. അതുള്ള നമുക്ക് നമ്മുടെ ചെടികളൊക്കെ വാടി കിടക്കുന്നതാണ് ഭയങ്കര സങ്കടമല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട. എവിടേക്ക് യാത്ര പോകാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയാൽ മതി.
വീഡിയോ ഇത്രയേ ഉള്ളൂ. വേനൽക്കാലത്ത് നമ്മുടെ ചെടികളെ എപ്പോഴും നനയ്ക്കാതെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പുറത്ത് പോകാൻ പറ്റും. ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് യാതൊരു പൈസ മുടക്കും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ് ചെയ്യാത്തവരും സബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട്. അപ്പോൾ സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.